നമുക്ക് ഒരു ചട്നി ഉണ്ടാക്കാം. അതിനായിട്ട് ഒരു മുറി തേങ്ങ, ഒരു മീഡിയം സൈസ് തേങ്ങയുടെ ഒരു മുറി തേങ്ങ, നല്ല പച്ച തേങ്ങയാണ്. പിന്നെ കറിവേപ്പില, ഒരു 1.5 പച്ചമുളക്, അധികം എരി വേണ്ട, അതുകൊണ്ട് ഒരു കുറച്ച് ഇഞ്ചി. പുളിക്ക് പകരമായിട്ട് തൈരാണ് ഒഴിക്കുന്നത്. പിന്നെ ഒരു മീഡിയം സൈസ് സവാള എടുക്കുന്നുണ്ട്. ചെറിയ ഉള്ളി ഇടാം. അപ്പോൾ ഞാൻ എളുപ്പത്തിനായിട്ട് സവാള എടുക്കുന്നു. ഒരു 3/4 ടീസ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്. അപ്പം ഇതൊന്ന് നമുക്ക് അടിച്ചെടുക്കാം. തേങ്ങ നല്ലപോലെ ജാറിനകത്ത് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഒരു 3 വലിയ സ്പൂണ് കട്ടത്തൈരാണ്. കറിവേപ്പിലയുണ്ട്. പച്ചമുളക് ഇതിനകത്തിടാം. ആവശ്യമുള്ളവർക്ക് വീണ്ടും കൂടുതൽ പച്ചമുളക് ഇടാം. ഒരു 2 പച്ചമുളക് ഇടാം. ഇഞ്ചി ഇതിനകത്തിടുവാണ്. ഇതിനകത്തോട്ട് തൈരിടാം. തൈരിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം. നമ്മുടെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ടേസ്റ്റ് നോക്കണം. ഓക്കെ, താങ്ക് യു.